ഞാനൊക്കെ അന്ന് അത്ര എനിക്ക് വർക്ക് ഇല്ലാതിരുന്നത് കൽപ്പന ചേച്ചി ലൈവായിട്ട് നിൽക്കാണ്. കൽപ്പന ചേച്ചിനെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ കൽപ്പന ചേച്ചി കഴിഞ്ഞിട്ട് പിന്നെ ബിന്ദു പണിക്കര വേറെ സ്റ്റൈൽ കൊണ്ടുവന്നത്. അപ്പം അപ്പോഴും നമ്മളുണ്ട് ഇൻഡസ്ട്രിയിൽ. കാരണം അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ബിന്ദു പണിക്ക് ലോഹിത സാറും പടത്തിലൊക്കെ നല്ല നല്ല റോളുകളൊക്കെ ചെയ്തു. കൽപ്പന ചേച്ചി ആദ്യം തൊട്ടേ അങ്ങനെ ലൈവായിട്ട് നിന്നിരുന്നു. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ അവർ നോക്കുന്നില്ല അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ നമ്മൾ അതിലേക്കൊന്ന് വന്നത്. എന്നിട്ടും ഇപ്പോഴും അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അവരിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പം അവരൊക്കെ ഇപ്പൊ ചേച്ചി ഇല്ലാത്തത് കൊണ്ടും ബിന്ദു പണിക്കർ അത്ര കൂടുതൽ ലൈവ് ആവാത്തത് മാത്രമാണ് ഇപ്പൊ നമുക്കൊക്കെ ഒന്ന് ലൈവ് ആവാൻ പറ്റിയത്. അപ്പോൾ ചേച്ചി ഇപ്പം സിനിമ ഇത് ചേച്ചി ഇതൊരു കരിയർ ആക്കാം, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇതാണ് ഇഷ്ടം, ഇതിങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ അത് ചേച്ചി എപ്പോഴാണ് ചേച്ചി എടുത്തത്? അത് ഞാനൊരു 2-3 പടം കഴിഞ്ഞപ്പം കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞ മൂവി ജഗദീഷ് ചേട്ടന്റെ ജോഡിയായിട്ട് ചെയ്തു. ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം. ചേച്ചി പൊട്ടത്തിയായിട്ട് അഭിനയിക്കുന്ന ഒരു പടം. അതിന് ഞാൻ ജഗദീഷ് ചേട്ടന്റെ ജോഡിയായിരുന്നു. ആ പടം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് ഇതൊന്നും നമുക്ക് പ്രൊഫഷണലായിട്ട് തന്നെ എടുക്കാം, കിട്ടുമെന്ന്. അപ്പം അത് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമ ഇല്ലാണ്ടായി. എനിക്ക് തീരെ ആരും വിളിക്കാണ്ടായി. ആ സമയത്താണ് സീരിയലുകൾ നല്ല നല്ല കഥാപാത്രം. അൽഫോൺസാമ്മ അല്ല, അത് ശരിക്കും അങ്ങനെ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അൽഫോൺസാമ്മയുടെ ജീവിതത്തില് ആഗ്നസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അൽഫോൺസാമ്മയെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത സ്ത്രീയാണ്. അങ്ങനെ ഒരു കന്യാസ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് അൽഫോൺസാമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട കന്യാസ്ത്രീ ആഗ്നസ് ആയിരുന്നു. അവർക്ക് മോചനം കൊടുത്തു, പശ്ചാത്തപിച്ച് അവര് അൽഫോൺസാമ്മയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ച് അവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിച്ചു. ഭയങ്കര നല്ല സ്വർഗത്തിലേക്ക് നയിച്ചു അൽഫോൺസാമ്മ. അപ്പൊ ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ചെയ്തോട് കൂടിയിട്ട് സത്യം പറഞ്ഞ ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ അൽഫോൺസാമ്മ എന്നെ അനുഗ്രഹിച്ചെന്ന് പറയാം. സത്യം പറഞ്ഞ എന്റെ ലാസ്റ്റ് സീരിയൽ അതായിരുന്നു. ഒരു 10 വർഷം മുമ്പ്, 11 വർഷം മുമ്പ് അൽഫോൺസാമ്മ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോക്കിരി രാജയിലേക്ക്. അതൊരു കംബാക്ക് ആയിരുന്നു. ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു മൂവിയിൽ നിന്ന്. പോക്കിരി രാജില് ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു, പക്ഷെ പടം ഗംഭീര ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ ടീം എന്നെ കാര്യസ്ഥയിലെടുത്തത്. കാര്യസ്ഥനും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഒന്ന് ചെറിയൊരു അനക്കം വന്ന് പിന്നെ ഡയമണ്ട് നെക്ലേസ് ലാൽ ജോസ്. അപ്പോഴാണ് നമ്മുടെ അനൂപ് മേനോൻ ബ്യൂട്ടിഫുള്ളിൽ വിളിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഗംഭീര ന്യൂ ജനറേഷൻ 2 എനിക്ക് കയ്യടിയും കിട്ടി. അപ്പൊ തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്തു ഈ പേരിൽ തന്നെ, കന്യക മേനോൻ. അങ്ങനെയാണ് കുറച്ച് ലൈവായിട്ട് വന്നത്. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് മമ്മൂക്കയുടെ കൂടെ, പിന്നെ ബയ്യ കമ്മത്താൻ കമ്മത്ത്, അങ്ങനെ ഒരുപാട് നല്ല ഹിറ്റ് പടത്തിന്റെ ഭാഗമാവാൻ പറ്റുന്ന. നമ്മളിപ്പോ കുറെ അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല മോനെ. ആ പടം വിജയിച്ചാലേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ.